ഹായ് ഓൾ, ഞാൻ അമിത് ഗിരീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBSE ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് സെൽ തിയറി, ഹു ഫോർമുലേറ്റഡ് ഇറ്റ്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ സെൽ തിയറിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും 3 പോസ്റ്റ്ലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഏറ്റവും ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ലിവിങ് ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത്, സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അണ്ടർലൈൻ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ. ഓക്കെ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ബോഡിക്ക് എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? സെല്ലാണെന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഓർഗാനിസംസിനെല്ലാം വെറും സ്ട്രക്ചർ മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് ആക്ടിവിറ്റീസ് ഓർ ലൈഫ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്, അല്ലെ? ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓർ വാരിയസ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്, ലൈക്ക് റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ന്യൂട്രീഷൻ എക്സെട്ര. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സെല്ലിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി തന്നെയാണ് നടക്കുന്നതെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വന്ന ഒരു ആഡ് ഓൺ ചെയ്യപ്പെട്ട ഒരു പോയിന്റാണ് ഇത്, മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. അതായത് ഓൾ സെൽസ് അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റൻസ് സെൽ. ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. ആദ്യം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ സെൽ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആഡ് ഓൺ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓൾ സെൽസ് അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് നേരത്തെ നിലനിന്നിരുന്ന, അതാണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നിലനിന്നിരുന്ന സെല്ലുകളിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 3 സയന്റിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇത് ആര് പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ ആര് ഫോർമുലേറ്റ് ചെയ്തു എന്നതിനെ പറ്റി പറയേണ്ടത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് MJ ശ്രീധൻ, രണ്ടാമത്തത് തിയോഡോർ ഷാൻ, മൂന്നാമത്തത് റുഡോൾഫ് വിർഷോ. MJ ശ്രീധൻ എന്ത് പറഞ്ഞു? MJ ശ്രീധൻ 1838 പറഞ്ഞു, ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ പ്ലാന്റുകളും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. തിയോഡോർ ഷാൻ 1839 ഓൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഓൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ 2 പോയിന്റുകളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ സെൽ തിയറിയുടെ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ്ലേറ്റ് ആയിട്ടുള്ള ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്ലേറ്റിലേക്ക് എത്തിയത്. പിന്നീട് ഒരു ആഡ് ഓൺ ചെയ്യപ്പെട്ട ഒരു പോസ്റ്റ്ലേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അതാണ് റുഡോൾഫ് വിർഷോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതായത് 1855 അദ്ദേഹം എന്ത് പറഞ്ഞു? എവറി സെൽസ് അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറയുന്നത് ന്യൂ സെൽസ് അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് ഒമ്നി സെല്ലുലാ ഈ സെൽ, ലാറ്റിൻ ഫ്രേസ്. അത് അർത്ഥമാക്കുന്നത് എല്ലാ പുതിയ സെല്ലുകളും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് എന്നാണ്. സോ ദിസ് ഇസ് ദി ആൻസർ. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.